സൂഫിസത്തിൽ ആകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രഡിഷൻ ഓഫ് ഷേപ്സ്. ചതുരങ്ങൾ എന്നത് മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചതുരം വരയ്ക്കുവാൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. 4 തുല്യമായ വരകൾ വരച്ച് അവയെ കൂട്ടിച്ചേർത്താൽ മതി. അവർ അതിൽ പറയുന്നത് ഇത് സീമിംഗ്ലി സിമ്പിൾ ആണെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്നിരുന്നാൽ പോലും അതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ വൃത്തം എന്ന് പറയുന്നത് ദൈവത്തിനോടാണ് സൂഫിസത്തിൽ ഉപമിക്കുന്നത്. പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ടാണ് സൂഫിസത്തിൽ വൃത്തത്തെക്കുറിച്ച് പറയുന്നത്. മനുഷ്യൻ്റെ അപൂർണമായ ഒരു ഘടനയിൽ നിന്നും പൂർണ്ണമായ ഒരു ഘടന എന്നാണ് സൂഫിസത്തിൽ ആത്മീയതയുടെ ഒരു യാത്രയായി നമുക്ക് കാണാൻ കഴിയുക. ഫ്രം ദ സ്ക്വയർ ടു ദ സർക്കിൾ. അവരുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആരംഭത്തിൽ നമ്മൾ കയറുന്ന ഇടങ്ങൾ സ്ക്വയർ ഷേപ്പിലുള്ളതായിരിക്കും. പിന്നെ ഉള്ളിലോട്ടും അല്ലെങ്കിൽ മുകളിലോട്ടും പോകും തോറും അത് വൃത്താകൃതിയിലോട്ട് മാറുന്നു. ഒരു ചതുരത്തെ എങ്ങനെ വൃത്തമാക്കി മാറ്റാം? ചതുരത്തെ വൃത്തമാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ മുനമ്പുകൾ നമുക്ക് മുറിച്ചു മാറ്റേണ്ടി വരും, തേച്ചു മിനുക്കേണ്ടി വരും. ചതുരത്തിൻ്റെ 4 മുനമ്പുകൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 വശങ്ങളുള്ള ഒരു ഒക്ടഗൺ ഷേപ്പായിരിക്കും. ആ ഒക്ടഗണിനെ വീണ്ടും മുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അരികുകൾ മിനുസപ്പെടുത്തി വന്നാൽ ഒരു വൃത്താകൃതി നമുക്ക് ലഭിക്കും. മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ ചിന്തകളും എല്ലാം തന്നെ ചതുരാകൃതിയിൽ ആണെന്നാണ് അവർ അർത്ഥമാക്കുന്നത്. ഇതുപോലെ മൂർച്ചയുള്ള മുനമ്പുകൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആശങ്ക എന്നത് ആർക്കും ഉണ്ടാകില്ല. ആളുകൾ വളരെ കൃത്യമായി ശരിയേത് തെറ്റേത് എന്ന് തീരുമാനിക്കുന്നു. അതിനെയാണ് ചതുരാകൃതിയിലുള്ള മൈൻഡ് സെറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു പ്ലെയിൻ ആകൃതി മുറിച്ചു കഴിഞ്ഞാൽ മൂർച്ചയുള്ള എഡ്ജോടുകൂടിയ ഒരു സ്ക്വയർ കിട്ടും. മറിച്ച് വൃത്താകൃതിയിലുള്ള ഒരു ഷേപ്പ് നമുക്ക് ലഭിക്കില്ല. അതിനെയാണ് ചതുരാകൃതിയിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ അറിവ് ആർജിക്കുന്നതിലൂടെ മൂർച്ചയേറിയ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകൾക്കും തേയ്മാനം സംഭവിക്കുകയും മെല്ലെ വൃത്താകൃതിയിലേക്ക് നമ്മുടെ മനസ്സ് വളരുകയും ചെയ്യുന്നു എന്നതാണ് സൂഫിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിലും ഇത്തരത്തിലുള്ള മുനമ്പുകൾ പതിയെ രാഗിമിനുക്കി മനുഷ്യ മനസ്സുകൾ വൃത്താകൃതിയിലോട്ട് മാറേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.